ഇന്ത്യ-യുഎസ് ട്രേഡ് ഡീൽ അല്ലെങ്കിൽ വ്യാപാര ഉടമ്പടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മുടെ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയമാണല്ലോ. ഇവരുണ്ടാക്കിയ ഉടമ്പടി പ്രകാരം അമേരിക്കയിലെ $500 മില്യൺ വാല്യൂ ഉള്ള ഗുഡ്സ് ഇന്ത്യയിലേക്ക് കുറഞ്ഞ നികുതിയിൽ ഇറക്കുമതി ചെയ്യുക. മാത്രമല്ല ടാരിഫിലൊക്കെ വൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ താരിഫ് 16-ൽ നിന്ന് 0-ആയി കുറയുകയും ഇന്ത്യയുടെ താരിഫ് 3-ൽ നിന്ന് 18-ആയി ഉയരുകയും ചെയ്തു. താരിഫ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഗുഡ്സ് ഒക്കെ ഫോറിൻ കൺട്രിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ഫോറിൻ കൺട്രിയിലെ ഗുഡ്സ് ഒക്കെ നമ്മുടെ കൺട്രിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോഴും ഗവൺമെന്റ് പിടിക്കുന്ന ഒരു ടാക്സ് ആണ് ഈ താരിഫ്. കൂടാതെ ഇന്ത്യയുടെ ഡിജിറ്റൽ ട്രേഡ് റൂൾസിന്റെ വിവരം മൊത്തം യുഎസിന് കൈമാറി. ചുരുക്കി പറഞ്ഞ യുഎസിലേക്ക് ഇനി ഫ്രീ ഫ്ലോ ഓഫ് ഡാറ്റ ആയിരിക്കും. മാത്രമല്ല രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞ പ്രകാരം ഏകദേശം $40 മില്യൺ മൂല്യമുള്ള യുഎസ് ഗുഡ്സിന് ഇനി നമ്മൾ $146 മില്യൺ കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഗുണമാണോ ദോഷമാണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തായാലും എനിക്ക് ഇത് ദോഷമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ മൊത്തമായിട്ട് ബാധിക്കും. കാരണം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അമേരിക്കൻ ഗുഡ്സ് കുറഞ്ഞ നികുതിയിൽ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്കറിയാലോ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ടാക്സ് റവന്യൂ ആണ്. അല്ലെങ്കിൽ തന്നെ ഗവൺമെന്റിന് ഒരുപാട് കടങ്ങളൊക്കെ വേൾഡ് ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ടാക്സ് റവന്യൂലൊക്കെ ഇടിവ് സംഭവിച്ചാൽ അതൊക്കെ തിരിച്ചടവെന്ന് പറയുന്നത് അസാധ്യമാണ്. മാത്രമല്ല ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സിന്റെ വരവും നിലയ്ക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള വികസനത്തെ അത് ബാധിക്കും. മാത്രമല്ല അഗ്രികൾച്ചർ, MSME പോലുള്ള മേഖലകളൊക്കെ വൻ ഇടിവിലേക്കാണ് പോകാൻ പോകുന്നത്. ഭാവിയിൽ അമേരിക്കക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു മേഖലയായി മാത്രം ഇന്ത്യ മാറാനും സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു മോണോപോളി ക്രിയേറ്റ് ആവും. മോണോപോളി പോലുള്ള ഭീകരമായ സിറ്റുവേഷനിലേക്ക് ഇന്ത്യ പോയാൽ ഭാവിയിൽ അമേരിക്കക്കാർ പറയുന്ന വിലക്ക് ഗുഡ്സ് വാങ്ങേണ്ട ഗതികേട് വരും. അങ്ങനെ വരുമ്പോൾ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയ റേറ്റിൽ ഗുഡ്സ് ലഭിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുവെന്ന് കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.